ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാളും ചേട്ടനും കുഞ്ഞും നല്ല ഉറക്കമാണ്, വിളിച്ചെഴുപ്പിക്കാനും പറ്റില്ല. ഞായറാഴ്ച സാധാരണ കുറേ സമയം ഉറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങോട്ട് പോകണമെന്നൊന്നും വിചാരിച്ചില്ല, ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാപ്പിയും കുടിച്ച് അവരെ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെണീച്ച് കഴിഞ്ഞിട്ടുമ്പോൾ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്, കുളിച്ച് റെഡിയായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവർ രണ്ടാളും എണീച്ച് വരുമ്പോഴേക്കും നല്ല സമയം പോയി കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്നൊന്ന് കുളിച്ച് ഫ്രഷായി എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല അമ്പലത്തിലേക്ക്, ഒരു 5 മിനിറ്റ് ദൂരം ഉണ്ടാവും ബൈക്കിന് പോകുന്നുണ്ടെങ്കിൽ. പള്ളിക്കുളമില്ല മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നില്ലത്. അപ്പോൾ ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത്, വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മൂക്ക് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്, തണുപ്പ് പിടിച്ചിട്ട്. അതുകൊണ്ട് സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടായിരുന്നു, ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടായിട്ടായിരുന്നു തിരക്കുണ്ടായത്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നു, അതിന് ശേഷം നമ്മൾ നേരെ പുതിയൊരുവിലേക്ക് പോവാന്ന്. പുതിയൊരു ഭാഗത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോകാറുള്ളത് ഒന്ന് ആനന്ദ് ഭവനിലേക്കും പിന്നെ ദക്ഷിണിലേക്കും. ദക്ഷിൺ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ആനന്ദ് ഭവനിൽ നോൺ വെജും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ബുള്ളറ്റ് ജേണൽ ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. ഇന്നലെ കുറച്ച് കാര്യങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റ് ജേണൽ പറയുമ്പോൾ ഡയറിയോ അല്ലെങ്കിൽ ആ ഒരു മോഡലിലോ ഒന്നുമല്ല, ഒരു നോട്ട്ബുക്കിലാണ് ഞാൻ കുറച്ച് ടു ഡു ലിസ്റ്റും പിന്നെ കുറച്ച് ഡെഡ് ലൈൻസും അങ്ങനെ എഴുതി വെക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരുന്ന പോലെ തോന്നലുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഡയറിയും കൂടി ഉണ്ടാവില്ല കേട്ടോ എനിക്ക്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് മൊത്തം ഡോറയുടേതാ, എല്ലാം ഡോറേണ്ടതല്ലേ? ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഏത് മേളക്ക് പോയിട്ട് ഓണത്തിന്റെ ഫെയറിനോട്ട് പോയിട്ട് അപ്പ മേടിച്ചല്ലേ? അപ്പ മേടിച്ച ബുക്കാന്ന് കേട്ടോ. ഇതിങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ അത് പോയിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ പിന്നെയും കൊടുത്തോണ്ടിരിക്കാം അല്ലേ? ഒരു കളർ കൊടുത്ത് നമുക്കത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും വേറെ കളർ കൊടുക്കാം. ഇന്ന് കാണുമോ? കണ്ടു. 80,000 വർഷം കഴിഞ്ഞിട്ട് ഇനിയൊരു നക്ഷത്രത്തിനെ കാണുമെന്ന്. അപ്പോഴേക്ക് നമ്മൾ ആരും ഉണ്ടാവില്ല. അവരോട് അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ആടി ഇരുന്ന് ഇനി ഉച്ചക്കേക്ക് ചോറുണ്ടാക്കണമല്ലോ, അതിന് വേണ്ടി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. രാവിലെ എന്തായാലും പുറത്തുനിന്ന് കഴിച്ചു, ഉച്ചക്ക് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല. രാത്രിക്കത്തുള്ള ഫുഡും ഉച്ചക്കത്തെ ഈ ചോറ് തന്നെയാണ് കേട്ടോ. രാത്രിക്ക് സെപ്പറേറ്റ് ചപ്പാത്തിയോ കറിയോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ചില ദിവസം മാത്രം ഉണ്ടാക്കും. നമുക്ക് സ്ഥിരമായിട്ട് ചോറ് തന്നെയാണ് രാത്രിക്ക് ഉണ്ടാല്. ഇപ്പോൾ 2 നേരത്തേക്കും ഇല്ല ചോറ് ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, കറി ഇപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇന്ന് നമുക്ക് കറിയായിട്ട് പരിപ്പും തക്കാളിയും കറിയാണ്. എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങൾ പരിപ്പ് കറി കാണുന്നുണ്ടാവും. പരിപ്പ് കറി പല രീതിയിലുണ്ടാക്കും. പരിപ്പും തക്കാളി ഇട്ടിട്ടുണ്ടാക്കും, പിന്നെ ചതച്ച മുളക് വറുത്തിട്ടിട്ടുണ്ടാക്കും, പിന്നെ പരിപ്പും തക്കാളിയും ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റെല്ലാം ഇട്ടിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കലുണ്ട്. എല്ലാം ഇഷ്ടമാണ്. ഇവിടുത്തെ മെയിൻ ഡിഷാണ് ഈ പരിപ്പ് കറി എന്ന് പറയുന്നത്. പക്ഷേ പരിപ്പ് കറിക്ക് കോമ്പിനേഷനായിട്ട് എന്തെങ്കിലും ഒരു നോൺ വെജ് വേണം കേട്ടോ, എന്തെങ്കിലും മാത്രമേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലോ. മെയിനായിട്ട് ചെമ്മീൻ ഫ്രൈ അതുണ്ടെങ്കിൽ പരിപ്പ് കറിയും ആ ചെമ്മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ അന്ന് കുശാലാണ്. ഇന്നിപ്പോൾ ചെമ്മീനില്ല, മത്തിയുണ്ട്. മത്തി ഇന്നലെ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് മാറാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തി ഫ്രൈ ആണ് ഇന്ന് പരിപ്പ് കറിക്ക് കൂട്ടായിട്ടുള്ളത്. പിന്നെ ക്യാബേജും കൂടി വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ പരിപ്പും തക്കാളിയും കറിയിലുണ്ടല്ലോ പല രീതിയിൽ ഉണ്ടാക്കലുണ്ട്. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് പലതും മാറ്റി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കും. ക്യാബേജ് ഇത് കുറച്ച് നാൾ മുമ്പ് മേടിച്ച ക്യാബേജാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറംതൊലി ഉണ്ടല്ലോ, പുറത്ത് ഓരോരോ ഇതളുണ്ടാവുമല്ലോ, അത് കുറേ ഉണ്ടായിരുന്നു കളയാൻ വേണ്ടിയിട്ട്. കുറച്ചിങ്ങനെ ഉണങ്ങിയ പോലെ ആയതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഇത് ഉള്ളിലെ നല്ല കുറച്ച് ഫ്രഷ് പോലെ തോന്നുന്നത് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ ചോപ്പറിലിട്ടിട്ട് ഒന്നിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ആദ്യമെല്ലാം ഞാൻ ചോപ്പർ ഉണ്ടെങ്കിലും കട്ടിംഗ് ബോർഡിലിട്ടിട്ട് നല്ല നീളത്തിൽ ഇങ്ങനെ അരിയൂല്ലേ ക്യാബേജ്. എൻ്റെ വീട്ടിൽ സാധാരണ അങ്ങനെയാണ്, നീളത്തിൽ അരിഞ്ഞിട്ട് അത് ക്യാബേജ് വറവുണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ചോപ്പ് ചെയ്യുമ്പോൾ വളരെ ചെറിയ പീസസ് പോലെ ആകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമല്ലാതെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ഉപകാരമല്ല, അതാകുമ്പോൾ കുറേ നേരം അരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇതാകുമ്പോൾ 2 വലിക്കുമ്പോഴേക്കും ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ചോപ്പറിൽ വലിച്ചിട്ടുള്ള ക്യാബേജാണ് ഉണ്ടാക്കുന്നില്ല, ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാബേജാണ് ഉണ്ടാക്കുന്നുള്ളത്. എല്ലാ ദിവസവും ഇങ്ങനെ അല്ല കേട്ടോ, പല രീതിയിൽ ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഉണ്ടാക്കുന്ന മെത്തേഡെല്ലാം ഒരുപോലെ ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ചോറ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ വേവ് ആകുമ്പോഴേക്കും എടുത്ത് ഊറ്റിയാൽ മാത്രം മതിയല്ലോ. ഈ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അതിന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരെല്ലാം മിക്കവാറും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഗൗരിയിൽ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കണമല്ലോ, ചായക്ക് വേറെ ലഞ്ചിന് വേറെ എല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ഹെൽപ്ഫുള്ളാണ് ഒരുപാട്. ഇപ്പോൾ തേങ്ങയെല്ലാം ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ചിരകി വെച്ചതായിരുന്നു. ഒരു തേങ്ങ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് സെപ്പറേറ്റ് ബോക്സിലാക്കി വെക്കും, മീൽ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കറിയാമല്ലോ ഇന്ന ദിവസം ഇന്നത് കറിയെല്ലാം വെക്കുന്നുണ്ട്, അപ്പോൾ തേങ്ങ വേണ്ട കറിയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി വെക്കും. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ മീൽ പ്ലാനിങ് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പെരിയലും ഈടെല്ലായിട്ട് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് മീൽ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് തേങ്ങ മൊത്തത്തിൽ ഒരു ടിന്നിൽ ഇട്ട് വെച്ചത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തു വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇഞ്ചി തൊലി കളഞ്ഞ് വെക്കലുണ്ട്, വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെക്കലുണ്ട്, ചെറിയുള്ളി തൊലി കളഞ്ഞ് വെക്കലുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കലുണ്ട്. സവാള മാത്രം വെക്കലില്ല കേട്ടോ. അത് എനിക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നത് അത് അന്നേരം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ക്യാബേജൊന്നും അങ്ങനെ ചോപ്പ് ചെയ്ത് തലേദിവസം വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയല്ല, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ അനീഷേട്ടനുണ്ട്. അതുകൊണ്ട് വരെ ഞാൻ ഇന്നൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ഇതുപോലെ ചെറിയ കുറച്ച് കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഞാൻ ആ തേങ്ങ എടുക്കുമ്പോൾ എനിക്കതൊന്ന് പറയണം തോന്നി. ഞാൻ മുമ്പേ ചെയ്തു വെച്ച കാര്യമായതുകൊണ്ട് ഹെൽപ്ഫുള്ളായി. അല്ലെങ്കിൽ ഞാനിപ്പോൾ തേങ്ങ പൊട്ടിച്ച് ചിരക്കാൻ പോകണമായിരുന്നല്ലോ, അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ പറയുന്നതിനിടയിൽ എൻ്റെ കേബേജ് വറവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മത്തി ഫ്രൈയും ആയി കേട്ടോ. നമ്മൾ ലഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുടിക്കാനുള്ള ചൂടുവെള്ളം ഞാൻ കെറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. 10:30 ആയിട്ടുണ്ടായിരുന്നു ചായയെല്ലാം കുടിച്ചിട്ട് വരുമ്പോൾ. അതാ എത്ര ലേറ്റ് ആയത്, 12:30 അല്ലേ ആയത്. ചില ദിവസം ഞായറാഴ്ച, എല്ലാപ്പോഴും അല്ല, ചില സമയമെല്ലാം ഞായറാഴ്ച 11:30 ആകുമ്പോൾ തന്നെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു 11:30-11:45 തന്നെ ഉച്ചയ്ക്കത്തെ കാര്യമെല്ലാം സെറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ വീഡിയോയും കൂടി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ക്യാമറ, അതായത് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോഴും എല്ലാം ആകുമ്പോൾ കുറച്ച് സമയം അങ്ങനെ പോകുമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ ചോറിൻ്റെ പരിപാടിയെല്ലാം തീരലുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് കറിയെല്ലാം കാണിച്ചു തരാം ഞാൻ. പിന്നെ മത്തി പൊരിച്ചത്, മത്തി ഫ്രൈ ആയിട്ടുണ്ട്. പരിപ്പും തക്കാളിയും കറി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ മോര് കറിയാണ്. ഞാൻ ചൂടാക്കി വെച്ച്, ഞാൻ ചൂടാക്കുമ്പോൾ കുറച്ചധികം ചൂടായിപ്പോയി, അതതിങ്ങനെ പിരിഞ്ഞ പോലെ നിൽക്കുന്നുള്ളത്. പിന്നെ കാബേജ് വറവ്, പിന്നെ ഇത് പപ്പടം, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം അത്രയൊക്കെയാണുള്ളത്. അപ്പം എൻ്റെ എവിടെ ഇരുന്നു ഇത്ര സമയം? എന്താക്കുന്നുണ്ടേ? അവിടെ ടീച്ചപ്പാപ്പൻ ആരോടോ കാർ ഓടിക്കാൻ പറയുന്നുണ്ട്. അക്ഷയ് മാമനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. ഇനി ഗൗരി ഉണ്ടെന്ന് വെച്ച് കുറച്ച് നേരം അമ്മ കളിക്കാം. രണ്ടുപേർക്കും കളിക്കാൻ പറ്റും ഈ ഒരു അമ്മ. അതല്ല, മറ്റേ ക്ലേ വെച്ചിട്ട് കളിക്കാം. കളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കണ്ടപ്പാ. കാണാം മിണ്ടൂല, അല്ലെങ്കിൽ ഇതോ കളിക്കണ്ടേ? ക്ലേയാ കളിക്കണ്ടേ? ഇത് വെച്ചിട്ട് എന്താക്കാനാ? ഇന്നലെ കളിച്ചിട്ട് പറ്റേ അമ്മ പണിക്കാതെ ഈ ക്ലേ നമ്മൾ ഗൗരിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അത് ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇതെടുത്ത് കളിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില സമയത്ത് നമ്മളോടും കളിക്കാൻ പറയും. എന്നോട് എൻ്റെ ചേട്ടനോടും കൂടി ഒന്നിച്ച് കളിച്ച് ഓരോന്ന് ഉണ്ടാക്കാന്ന് പറയും. നീ എന്താ ഉണ്ടാക്കിയേ? ഞാന് സ്റ്റോപ്പ് സ്റ്റിക്ക് ഉണ്ടാക്കണല്ലോ. ഞാൻ എന്താ ഉണ്ടാക്കിയത് പറയാൻ പറ്റുമോ? ഉണക്ക് നോക്കിയിട്ട് പറ, ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് പറ. ഇഡലി, സാമ്പാർ, പഴംപൊരി. ചേട്ടൻ പറഞ്ഞു ഇത് ഞാൻ എന്താ ഉണ്ടാക്കിയത്, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് പറ. ഇഡ്ഡലി, കറി, മറ്റെന്താ പറ, ചമ്മന്തിയും വടയും. അങ്ങനില്ല ഇല്ലേ? ഞാൻ വിചാരിച്ച മസാല. ഗൗരി പറഞ്ഞ പഴംപൊരിന്ന്. നോക്കട്ടെ,
എടുത്ത് കാണിച്ച കൈമ കൈമാറ്റിക്ക് കരിമൂർക്കൻ. അച്ഛനും മൂർക്കനെ പോലത്തെ ഉണ്ടാക്കാൻ അറിയാം. ഫോക്കസ് ആയിട്ട് ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ ഒന്നിച്ചില്ല ഒരു പ്ലേ ടൈം കിട്ടൽ മിക്കവാറും ഞായറാഴ്ചയാണ്. പിന്നെ രാത്രിക്കെല്ലാം കിട്ടും കേട്ടോ. യൂനോ എല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കലുണ്ട്. നമ്മൾ മൂന്നാളും ഒന്നിച്ചിരിക്കുമ്പോൾ ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഓൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. ചില സമയത്ത് പറ്റും, ചില സമയത്ത് പറ്റൂല. ആടനെ പറ്റിച്ചു വെച്ചേ എടുക്കാൻ പറ്റില്ല. ഇതെന്താ പറയാ, ഇത് കാലം കയ്യും അറിയാലോ. ഇത് ഉടുപ്പ്, ഇത് മീശ, വായില്ലേ വായ ഉണ്ട്, വായുണ്ട്. ഇത് കണ്ണെന്ന് വിചാരിക്കണ്ട, ഇത് കൂളിംഗ് ഗ്ലാസ്സാ. ഇത് മുടി. ഇത് എങ്ങനെയുള്ളത് സംഭവം? ഒന്നും കാണുന്നില്ല. കണ്ണുമൂക്കൊന്നുമില്ല. എന്താ ഞാൻ കാണിച്ചതാ. ഇത് കാണുമ്പോ ശരിക്കും എന്താ തോന്നുന്നേ? ഈ മറ്റേ കടമറ്റത്ത് കത്തിനാറിലെല്ലാം ഉണ്ടാവില്ലേ ഒരു മരത്തിന്റെ പാവ പോലത്തെ യക്ഷീനെ തളിച്ചിടാൻ വേണ്ടിട്ട് മരക്കുഞ്ഞി ഈ യക്ഷീനെ തളിച്ചിടാൻ വേണ്ടിട്ടൊരു സാധനം ഉണ്ടാക്കിയല്ലേ, അതുപോലെ ഉണ്ട് മരത്തിന്റെ പാവയില്ലേ. അച്ഛന്റെ രൂപം, അച്ഛന്റെ രൂപ. ഇതെന്താടാ? കല്ലു, അരക്കുന്ന കല്ലും. അതിന് ഇത് കോല, അതിന്റെ അമ്മിയന്ത് ഇത്ര നീളം. അതാ ഉദ്ദേശിച്ചത്? അതോ ചപ്പാത്തി പലകയോ? ഇതാണ് അമ്മിക്കല്ല്. അമ്മി ഞാൻ ഉണ്ടാക്കിയ അമ്മിക്കല്ല് അച്ഛനുണ്ടാക്കിയ പറയും. ഇരുന്ന് അങ്ങ് അരക്കട്ടെ. അങ്ങനെ കുറേ നേരം ഗൗരീൻ്റെ ഒന്നിച്ച് ഇരുന്നതിന് ശേഷം പിന്നെ ഒരു 1:30-1:45 ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. പിന്നെ ഒരു 4 മണി 4:30 ആകുമ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെച്ച് ഞാൻ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാതെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.